ലോകത്തിന് വിവിധ വിഷയങ്ങളിൽ അറിവ് പകർന്ന നാടാണ് ഭാരതമെന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ശാസ്ത്രം, ഗണിതം, ആയുർവേദം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഭാരതം പകർന്ന അറിവുകൾ വിലപ്പെട്ടതായിരുന്നുവെന്നും സർസംഘചാലക് പറഞ്ഞു. ലഖിംപൂർ ഖേരിയിലെ ഗ്വാല തഹസിൽ കബീർദാം മുസ്തഫാബാദ് ആശ്രമത്തിൽ നടന്ന സത്സംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന നാടാണ് ഭാരതം. എന്നാൽ രാഷ്ട്രമെന്ന കാഴ്ചപ്പാടിൽ എല്ലാവരും ഒരേ പൂർവികരുടെ പിൻഗാമികളാണെന്നും സഹോദരങ്ങളാണെന്നും സർസംഘചാലക് വിശദീകരിച്ചു. അതിന് കാരണം നമ്മുടെ അമ്മയാണെന്നും അത് ഭാരത മാതാവാണെന്നും അദ്ദേഹം പറഞ്ഞു. हमारा एक समाज है, हमारा एक राष्ट्र है, हम समान पूर्वजों के वंशज है और हमारी एक माता है जिसके कारण हम भाई हैं, वो है भारत माता. उस भारत माता की भक्ति को आगे रखना, देखिए अपने आत्मा को पाने के लिए हम जिनकी आराधना करते हैं, जिन रूपों की, जिन अवतारों की, जिन देवों की, उन सब लोगों ने भारत की महती गाई है. गुरु नानक देव जी हो, गुरु शंकर देव जी हो, कंब रामायण लिखने वाले कंब हो या उत्तर में तुलसीदास जी हो, सब ने भारत की संस्कृति की है. ലോകത്തിന് ഭാരതം പകർന്നു നൽകിയ അറിവിന്റെ മഹത്വവും സർസംഘചാലക് വിശദീകരിച്ചു. ശാസ്ത്രം, ഗണിതം, ആയുർവേദം തുടങ്ങി വിവിധ മേഖലകളിൽ ഭാരതം നൽകിയ സംഭാവനകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. विज्ञान था लेकिन पर्यावरण की इतनी भी हानि नहीं थी. 10,000 साल से खेती हम कर रहे हैं, अभी भी हमारे यहाँ की जमीनें बहुत अच्छी है. अंग्रेजों के आने के बाद उनकी प्रभुता के झांसे में आकर हमने केमिकल खेती शुरू की, जितनी उतनी ही खराब हुई है, बाकी खराब नहीं हुई है. वो जानते हैं दुनिया के लोग कि भारत के पास ये विद्या है कि भौतिकता में नंबर 1 और आध्यात्मिकता भी नंबर 1, सुख संतोष समाधान की कमी नहीं. ഭാരതത്തിന്റെ വൈജ്ഞാനിക സമ്പത്തിന്റെ കരുത്താണ് സർസംഘചാലക് സൂചിപ്പിച്ചത്. നാനാത്വത്തിൽ ഏകത്വമെന്ന അടിസ്ഥാന ദർശനവും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉയർത്തിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.